ഇതിപ്പോൾ പതിവില്ലാതെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു മോഹം, ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന്. പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാൻ നിന്നില്ല. രാവിലെയുള്ള സ്കൂൾ പുറപ്പാടുകളൊന്ന് ഒതുക്കി തീർത്ത് ഞാനും ഉണ്ണേട്ടനും കൂടെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ഏട്ടൻ ഇവിടെ പതിവുള്ളതാണെങ്കിലും ഞാൻ ഇടയ്ക്കിടെ മാത്രമേ പോവാറുള്ളൂ. അവിടെ എത്തിയ പിന്നെ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ ദൈവത്തിനോട് കുശലവും എൻ്റെ സുഖവിവരങ്ങളും ഒക്കെ അറിയിച്ച് അവിടെ നിന്നും ഇറങ്ങി. ഇനി വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഞങ്ങളൊരു ഹോട്ടലിൽ നിന്നും കഴിച്ചു. ഇന്നിപ്പോൾ അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് രാവിലെ തന്നെയുള്ള യാത്രയൊക്കെയായി ലഞ്ചിൻ്റെ കാര്യം ഒന്നും തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. വന്ന ഉടനെ ചോറിന് വേണ്ടി അടുപ്പിൽ വെള്ളം വെച്ച് തിളച്ചപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. പിന്നെയാണ് ഇന്നേക്കുള്ള കറിയുടെ കാര്യം ആലോചിക്കുന്നത് തന്നെ. ഇതൊരു ഫ്രൈഡേ വ്ലോഗാണേ. ഫ്രൈഡേ മിക്കവാറും ഞങ്ങൾ പച്ചക്കറിയാണ് കഴിക്കാറ്. ഇന്നിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി. കയ്യിലുണ്ടായിരുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്ത് കറിയുടെ കാര്യം അങ്ങനെ ഒന്ന് തീരുമാനത്തിലാക്കി. സാമ്പാറിനും ചിക്കൻ കറിക്കും ഒക്കെ തേങ്ങ ഞാൻ നേരത്തെ വറുത്തരച്ച് വെക്കാറുള്ളത് കൊണ്ട് തന്നെ ആ ജോലി എളുപ്പത്തിലായി. അല്ലെ ഈ നേരമില്ലാത്ത നേരത്ത് തേങ്ങയും പൊതിച്ച് ചിരവി വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോഴേക്കും ഊണ് സമയം കഴിഞ്ഞ് ചായ കുടിക്കാറാവും. സാമ്പാറിന് കൂട്ടിന് പപ്പടം കൂടെ പൊരിച്ചെടുത്തു. ചോറും സാമ്പാറും തൈരും അച്ചാറും പപ്പടവും അങ്ങനെ ഇന്നത്തെ ലഞ്ച് സിമ്പിൾ ആണേലും കുശാലായി.